അമ്മേ, ഇത് അമ്മയ്ക്ക് കല്യാണത്തിന് കൊടുക്കാനുള്ള സാരിയാ. എനിക്കോ? അമ്മയ്ക്കൂടെ വന്നൂടായിരുന്നോ? ഡ്രസ് എടുക്കാൻ പോയപ്പോ എല്ലാരും അമ്മേനെ ചോദിച്ചു. നോക്ക് ഇഷ്ടപ്പെട്ടോന്ന്, ഇല്ലെങ്കിൽ നമുക്ക് മാറ്റാം. ഇവളെ വീട്ടിൽ നിന്ന് എടുത്തത് എന്താണത്? അതേമ്മേ, കല്യാണത്തിന് എല്ലാവർക്കും ഡ്രസ് എടുത്തില്ലേ, അപ്പൊ അമ്മയ്ക്കും കൂടെ എടുത്താ. ഇത് അമ്മ ഡ്രസ്. ആ തൽക്കാലം നിന്റെ കൈ തന്നെ വെച്ചോ. കല്യാണത്തിനൊന്നും എനിക്ക് വരാൻ പറ്റും തോന്നുന്നില്ല, എനിക്ക് വേറെ പരിപാടി ഉണ്ട്. കല്യാണത്തിന് വരാൻ പറ്റില്ലാന്നോ? അമ്മയ്ക്ക് എന്താ വേറെ പരിപാടിയാന്ന്? നിന്റെ മേമ കുറെ ദിവസം കൊണ്ട് വിളിക്കുന്നു, കാണാൻ തോന്നുന്നു പറഞ്ഞിട്ട്. നിങ്ങൾ പോയ വീട്ടിൽ ആരും ഇല്ലാലോ, അപ്പൊ ഞാൻ അങ്ങോട്ട് പോവുക. അത് ശരി, അന്ന് നമുക്ക് മേമന്റെ വീട്ടിൽ പോണല്ലേ? അമ്മ, ഞാൻ ഇവള് മാത്രം കല്യാണം വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ വീട്ടുകാരും നാട്ടുകാരും ചോദിക്കില്ലേ അമ്മയോടെ പോയിന്ന്? നാണക്കേടല്ലേ അത്? നാണക്കേട് നിങ്ങൾക്കല്ലേ, അല്ലെങ്കിൽ എന്നെ നാണം കെടുത്തില്ലേ രണ്ടു മൂന്ന് വണ്ണം കല്യാണത്തിന് പോകുന്നത്? അമ്മ എന്തമ്മ പറയുന്നത്? ഞങ്ങൾ എന്ത് നാണം കെടുത്തുന്ന പറയുന്നത്? എന്റെ വാക്ക് ധിക്കരിച്ചിട്ടല്ലേ ഇവളുടെ ആങ്ങൾക്ക് സ്വർണം കൊടുക്കാൻ പോകുന്നത്? എനിക്ക് അന്നേ അറിയായിരുന്നു ഇവളുടെ കയ്യിൽ സ്വർണം കണ്ടാണ് ഇവളുടെ ആങ്ങളുടെ കല്യാണം ഉറപ്പിച്ചതെന്നുള്ളത്. എടാ, ഒരു ചെക്കന്റെ കല്യാണത്തിന് എന്തെന്നെ ചെലവുണ്ട്? ഒരു താഴ്ചയിലും താലിയും, അതാണെങ്കിൽ ഇവളും കൊടുക്കും. പിന്നെ 8,000-10,000 തുണി എടുക്കണം. ഇതൊന്നും ഒരാണ്ട് പൊട്ടനെ പോലെ നീ അവളുടെ പിന്നാലെ തുള്ളിക്കോ. അതിന് ഞാനും കൂട്ടം നിൽക്കണം നീ പറയുന്നത്. അത് ശരി, അപ്പൊ ഈ കാരണം കൊണ്ടാണല്ലേ അമ്മ കല്യാണത്തിന് വരില്ലാന്ന് പറയുന്നത്? അമ്മേ, അവരെ ഇവള് കൊടുക്കുന്ന 2 പവൻ കണ്ടിട്ടല്ല കല്യാണം നടത്താൻ നിൽക്കുന്നത്. അവക്ക് 8 പവന്റെ മാല ഇടാൻ പോകുന്നത്. പിന്നെതാ അമ്മന്റെ വൃത്തിയുടെ സ്വഭാവം അറിഞ്ഞിട്ടുണ്ടല്ലോ, ഇതുപോലും വേണ്ടാന്ന് പറയും. അങ്ങനെ എന്റെ സ്വഭാവം കൊണ്ട് 2 പവൻ വേണ്ട പറഞ്ഞാലേ തിരിച്ചിങ് വാങ്ങിയിട്ട് വാ. 2 പവൻ കൊടുക്കുന്നത് മാത്രമാണോ? ജോലി എത്ര പോയി, എത്ര പ്രാവശ്യം അവൾ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ലീവ് എടുത്തിട്ട്? നീ എത്ര പ്രാവശ്യം ലീവ് എടുത്ത്? കാറിൽ എത്ര പെട്രോൾ അടിക്കണത്? ഇതൊക്കെ പൈസയാണ് പോകുന്നത്. ഇതൊന്നും നിനക്ക് മനസ്സിലാക്കാൻ കഴിവില്ല അല്ലേ? നല്ല ആളാമ്മ. ഇതിപ്പോ എന്റെ അവളുടെ പൈസ അങ്ങോട്ട് പോകുന്നുള്ള പേടിയല്ല അമ്മയ്ക്ക്? വെറുതെ അല്ല എന്റെ പെങ്ങന്മാർ ഇങ്ങനെയായത്. ഇതല്ലേ പഠിപ്പിച്ചിരിക്കുന്നത്? എങ്ങനെയായി? പൈസക്ക് പൈസ തന്നെ വേണം. പൈസ ഉള്ളത് കൊണ്ട് തന്നെയാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്നേഹിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ കാണാം ഇവളുടെ ആങ്ങളെ കല്യാണത്തിന് വിളിക്കുന്ന ഇവള് പോകുന്നതൊക്കെ. അപ്പൊ അമ്മ എന്നെ സ്നേഹിക്കുന്നത് എന്റെ ഇത് പൈസ കണ്ടിട്ടാണോ? അല്ല, അത് പിന്നെ അമ്മയ്ക്ക് കല്യാണത്തിന് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ സാരി വാങ്ങി കയ്യിൽ വെക്ക്. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ അമ്മേനോട്, ഞാൻ അമ്മേന്റെ മോനും ഇത് അമ്മേന്റെ മരുമോളാണ്. ഞങ്ങളുണ്ടല്ലോ പൈസ വെച്ചിട്ട് അളക്കാൻ നിൽക്കരുത്.